ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ചെയ്യുന്നൊരു വ്ളോഗാണ്. അതും ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്തൊരു വ്ളോഗാണ്. നാട്ടിൽ വന്നിട്ട് നാലാമത്തെ ദിവസം പോയൊരു ട്രിപ്പാണിത്. നമ്മൾ 4 ആൾക്കാർ പോയൊരു ട്രിപ്പാണ്. കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയിലേക്കാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ ഈ ബ്ലോഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വ്ളോഗാണ്. അതായത് വോയിസ് ഓവറായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നൊരു വ്ളോഗ്. ഞാൻ പൊതുവേ വോയിസ് ഓവറല്ലാണ്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യാൻ കാരണം അന്ന് പോയ സമയത്ത് ഫുള്ളും മഴയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഞാനിത് വോയിസ് ഓവറായിട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. അങ്ങനെ നമ്മൾ 4 ആൾക്കാർ പോയിട്ടുണ്ടായ ഒരു ട്രിപ്പാണ്. നല്ലൊരു ആ സമയത്ത് നല്ലൊരു മഴയുണ്ടായിരുന്നു. ആ മഴേൻ്റെ സമയത്ത് പോയൊരു ട്രിപ്പാണിത്. അപ്പം അതിൻ്റേതായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഫീൽ എന്നെല്ലാം പറഞ്ഞാൽ നല്ല മഴ, കോട എല്ലാം കൊണ്ടും ഒരു അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു സമയത്ത് ഇങ്ങനെ മഴ പെയ്യുന്നോ, നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മഴ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് പോയൊരു ട്രിപ്പാണ്. അപ്പം അന്ന് 2 ദിവസം നല്ല മഴയുണ്ടായിന്. അങ്ങനെ ആ മഴ കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കോട്ടും മഴക്കോട്ടെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായത്. മൊത്തം നിൽക്കാത്തൊരു മഴയായിരുന്നു അന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ പ്ലാൻ ആക്കിയിട്ടുണ്ടായത്. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ശരിക്കും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ്. നിങ്ങൾ കണ്ടില്ലേ, അത്രയും എൻജോയ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പായതുകൊണ്ട് നമ്മൾ പരമാവധി എൻജോയ് ചെയ്തിട്ടുണ്ടായി നമ്മൾ 4 ആളും. നമ്മളിതാ കോട കണ്ടിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുകയുണ്ടായത്. വണ്ടി അവിടെ റോഡ് സൈഡിൽ വെച്ച് ഇങ്ങനെ കോട കയറിക്കൊണ്ടിരിക്കുന്ന റോഡിലല്ല, നമ്മൾ വിജനായിട്ടുള്ള റോഡാണ്, ഒരു വണ്ടിയും പോകുന്നുണ്ടായിട്ടില്ല. ഇങ്ങനെ നടന്ന് ആസ്വദിക്കുകയും ചെയ്തത്. ശരിക്കും നമ്മൾ വിചാരിക്കുന്നില്ല, നമ്മൾ കണ്ണൂരാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അത്രയും നമ്മൾ വിചാരിക്കാത്ത കോടയും മഴയും എല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്കന്ന്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ടായി. നമ്മൾ പൈതൽ മല കയറണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ പോയിട്ടുണ്ടായത്. നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. അന്ന് ശക്തമായിട്ടുള്ള മഴ കാരണം അന്ന് അവിടെ ഫോറസ്റ്റുകാർ അടച്ചിട്ടുണ്ടായി. മഴ മാത്രമല്ല, ആന ഇറങ്ങിയോണ്ടും അവർ പറഞ്ഞു ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി കഴിയില്ല, ഇന്ന് നമുക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വരേണ്ടി വന്ന്. തിരിച്ചു വന്നിട്ട് നമ്മൾ വിട്ടില്ല. നമ്മൾ വേറൊരു ലൊക്കേഷൻ തപ്പിയിട്ട് നടന്ന് അങ്ങനെ കണ്ടില്ല. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം നമ്മൾ ഇതുപോലെ മഴയല്ലേ, പാട്ടും മൊബൈലിൽ വെച്ചിട്ട് ഡാൻസും അങ്ങനെ പരമാവധി ഒരുപാട് എൻജോയ് ചെയ്ത്. നമ്മൾ മല കയറാൻ പറ്റിയിട്ടില്ല. നമ്മൾ ശരിക്കും ആ ട്രിപ്പ് ശരിക്കും ആസ്വദിച്ചിട്ടുണ്ടായി. നമ്മളത്രയും പാട്ടെല്ലാം വെച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ. ഇത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാനൊരു റീലായിട്ട് ചെയ്തിട്ടുണ്ടായിന്, ഈ കാണുന്ന വീഡിയോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാട്ടും പാടി ഡാൻസും കളിച്ച് ഒരുപാട് എൻജോയ് ചെയ്തത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ അടുത്തുള്ള ലൊക്കേഷന് ഏരക്കുണ്ട് വാട്ടർഫാൾസ്. നമ്മളവിടത്തേക്ക് അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്, അവിടത്തേക്ക് പോകാനുള്ള പ്ലാനാക്കി. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല, അവിടെ ഓപ്പണാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. മഴയുണ്ട്, വെള്ളവും ഒരുപാടുണ്ട്, നല്ല ഒഴുക്കുണ്ടായിന്. പക്ഷേ അവിടെ ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ അവിടെ കയറാനുള്ള പ്ലാനാക്കി. അങ്ങനെ അവിടെ കയറി. അവിടെ നിന്ന് കുറച്ച് നമ്മൾ ടിക്കറ്റ് കൗണ്ടറൊന്നും കുറച്ച് നടക്കാനുണ്ട്, 1.5 കിലോമീറ്ററോളം മുകളിലേക്ക് നടക്കാനുണ്ട് അവിടെ നിന്ന്. അങ്ങനെ നടക്കുന്നൊരു സ്ഥലമാണിത്. ഭയങ്കര സൈഡിലൂടെ വാട്ടർഫാൾസിൻ്റെ സൈഡിലൂടെയുള്ള നടത്താനിത്. പോകുന്ന വെയിലിൽ ഇതുപോലെ ഇങ്ങനെ അടുക്കുന്നതിലും വെള്ളം ഇങ്ങനെ വീണുകൊണ്ടുണ്ട്. സ്റ്റെപ്പ് എന്നായിക്കോട്ടെ,
പല സ്ഥലത്തുനിന്നായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് വരുന്നുണ്ട്. അന്നത്തെ മഴൻ്റെ ഇതുകൊണ്ട് വന്നതാണ്. നമ്മൾ പോകുന്ന 2 ദിവസം മുമ്പാണെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു കാഴ്ച ഇത് കിട്ടൂല. ഇതിപ്പോൾ നമ്മൾ നല്ല മഴൻ്റെ സമയത്ത് പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുമ്പ് ഞാൻ ഏറെക്കൊണ്ട് വാട്ടർഫോൾസ് പോയിട്ടുണ്ട്, പക്ഷെ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായില്ല. എന്നിട്ടൊന്നും നമുക്കിത് ഇങ്ങനൊരു സംഭവം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നല്ലൊരു എന്താ പറയുക, 2 ഭാഗത്തും വെള്ളമാണ്. ഇപ്പുറത്തെ ഭാഗത്ത് വാട്ടർഫാൾസായിട്ടും പോകുന്നുണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ സ്ട്രീമായിട്ട് വെള്ളം പോകുന്നുണ്ടായി. അങ്ങനെ നടന്ന് നമ്മൾ മാരിയിലെത്താനായി ഏകദേശം. നമ്മൾ പോകുന്ന വഴിൻ്റെ സൈഡിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ ശക്തി എത്രയാണെന്ന്. പൊതുവേ ഇങ്ങനെ ശക്തിയിൽ വെള്ളം വരാനില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ മഴേൻ്റെ 2 ദിവസത്തെ ആ മഴേൻ്റെ ഇതാണ് ഇത്രയും സ്പീഡ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത്ര തിരിയുന്നുണ്ടാവില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ എന്താ പറയുക, അത്രയും നല്ല സ്പീഡായിട്ടാണ് വെള്ളം വരുന്നത്. അങ്ങനെ ഞാൻ ചെറിയൊരു ഹോട്ടലും തുടങ്ങി. എന്താ പറയുക, നല്ല റൂട്ടാണ്. അങ്ങനെ നമ്മൾ കയറി വാട്ടർഫോൾസിൻ്റെ എൻ്റെ ഭാഗത്തെത്തി. എൻ്റെ അല്ല, സ്റ്റാർട്ടിങ് പോയിൻ്റ് അതാണ്. ഇവിടെയാണ് ശരിക്കും ഏറെക്കൊണ്ട് വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു വ്യൂ ഇതാണ്. ഇവിടെയാണ് നമ്മൾ എല്ലാവരും ഇറങ്ങി കുളിക്കുന്നതും ഇതാക്കുന്നതും കാണുന്നത്. പക്ഷേ ഈ മഴൻ്റെ ഇതായതുകൊണ്ട് ഇന്ന് പിന്നെ ഇവിടെ ഇറക്കാൻ വേണ്ടി അവർ നമ്മളെ സമ്മതിച്ചിട്ടില്ല. വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലോ കാരണം അവർ അവിടെ ഇറക്കാണ്ട് നമ്മളെ താഴത്തെ തട്ടിൽ ഓവറായിട്ട് ഫ്ലോ ഇല്ലാത്ത സ്ഥലത്ത് അവിടെയാണ് നമ്മളെ കുളിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചത്. അങ്ങനെ നമ്മൾ ജാക്കറ്റെല്ലാം ഇട്ട് ഇറങ്ങി. ജാക്കറ്റ് നിർബന്ധമാണ്. നീന്തൽ അറിഞ്ഞോട്ടെ, അറിയില്ല എന്ന് പറഞ്ഞാലും അറിയാമെന്ന് പറഞ്ഞാലും ജാക്കറ്റ് നിർബന്ധമായിട്ടും ധരിക്കൽ ഇവിടെ കർശനമാണ്. അപ്പോൾ ഒന്നാമത് വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് ആ സമയത്ത്. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ എത്ര നിന്നാലും നമ്മളെ വെള്ളവും നമ്മളെ കൊണ്ട് എടുത്ത് പോവുകയും ചെയ്യുന്ന വെള്ളം ഇത്രയും നല്ല ശക്തിയായിട്ടാണ് വെള്ളം വരുന്നത്. അങ്ങനെ കുറച്ച് 5 നമ്മൾ 4 ആൾക്കാരും വേറെ പുറമേ വന്ന 4-5 ആൾക്കാരിലുണ്ടായി. ആൾ കുറവാണ് പൊതുവേ ഇങ്ങനത്തെ സ്ഥലങ്ങളിലും ആൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എന്താ പറയുക, ഇതുപോലെ ഇങ്ങനെ കുളിക്കാനോ ഇതാക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല, എങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിയില്ല അധികം. അപ്പോൾ പൊതുവെ ആൾ കുറഞ്ഞുകൊണ്ട് എന്താ പറയുക, നമ്മൾ തന്നെ ശരിക്കും നമ്മൾ മാത്രം അധികം വെള്ളത്തിലധികം കളിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അധികം കരയിൽ നിന്ന് കളിക്കുക. ഒന്നാമത് ഈ വെള്ളത്തിൻ്റെ ഇത്രയും സ്പീഡ് കാരണം ആരങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നില്ല. നമ്മളെയും കൊണ്ട് പോയല്ലേന്ന് അത്രയും ശക്തിയായിട്ടാണ് വെള്ളം വരുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് എന്താ പറയുക, വരുന്നതിനനുസരിച്ച് നീന്താൻ ശ്രമിച്ചാൽ നമ്മൾ അതേ സ്പോട്ടിൽ തന്നെ ഉണ്ടാവുന്നത്. നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്നൊന്നുമില്ല. അത്രയും നല്ല ഒരു ശക്തിയായിട്ടുള്ള ഫ്ലോയിലാണ് വെള്ളം വരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് എന്താ പറയുക, നല്ല രീതിയിൽ തിമിർത്ത് കുളിച്ച് അവിടെ കരക്കെല്ലാം കയറിയിരുന്നു. അങ്ങനെ കുറച്ച് 2-3 ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ച് പോയത് മല കയറാനാണ്. അത് പഠിച്ചോനി മാറ്റി നമ്മൾ ഇവിടത്തേക്ക് എത്തിച്ച്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ശരിക്കും നമ്മൾ ആ ഒരു എൻജോയ്മെൻറ്റ് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുളിച്ച് നല്ല രീതി തന്നെ അവിടെ നിന്ന് ശരിക്കും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും രീതിയിൽ അവിടെ നിന്ന് ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ എന്താ പറയുക, ഞാൻ വീട്ടിലെത്തി ചെറിയ രീതിയിൽ ഈ വീഡിയോയിലും കാണിച്ചെടുത്തുമ്പോൾ വീട്ടുകാരിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായി. അതായത് മഴൻ്റെ സമയമാണ്, മലവെള്ളം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. ഒന്നാമത് ഞാൻ കല്യാണം അടുപ്പിച്ച് വന്നതാണ് നാട്ടിലേക്ക്. കല്യാണം ഏകദേശം ഒരു കല്യാണത്തിൻ്റെ പരിപാടിയായിട്ട് വന്നതല്ലേ. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു, അത്ര വലിയ വീഡിയോ അല്ല, ചെറിയൊരു ട്രിപ്പായിരുന്നു. ഞാൻ എന്താ പറയുക, ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ, ഓവർ വോയിസ് ആയിട്ട് ആദ്യം ചെയ്തൊരു വീഡിയോ. അപ്പോൾ അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളുണ്ടാവും. പക്ഷേ അത് വരുന്ന വീഡിയോകളിലും നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. ഒരുപാട് കാലത്തിന് ശേഷം ഇട്ട വ്ളോഗാണ്. എല്ലാവരും പരമാവധി സപ്പോർട്ട്